അമിത്ഷായുടെ വരവിൽ മറ്റൊരു പ്രഖ്യാപനമുണ്ടായി. BJP മേയറെ കിട്ടി, ഇനി BJP മുഖ്യമന്ത്രിയാണ്. അമിത്ഷാ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. മറ്റാര് പറഞ്ഞാലും നമ്മൾ അത് ഒരു തമാശ മട്ടിലങ്ങ് കളയും. പക്ഷേ അമിത്ഷാ പറയുമ്പം അത് ഓരോ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് യാഥാർത്ഥ്യമായാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കേരളം മാറും. അമിത്ഷായുടെ ഒരു പ്രത്യേകത, ഈ ചില കളിക്കളത്തിൽ ചില കോച്ചുമാർ നിർദ്ദേശം കൊടുക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഈ കളിയിൽ 5 ഗോൾ അടിക്കണം. ഒരു ഗോൾ തന്നെ അടിക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും 5 ഗോൾ അടിക്കണം എന്ന് പറയുന്നത്. അത് ഒരു ഉയർന്ന ടാർഗറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു 3 ഗോളെങ്കിലും അടിക്കാനുള്ള തന്ത്രം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള അവസരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് നിന്ന്, അരികിൽ നിന്ന് ഹാഫ് ടൈമിലൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവരെ കൊണ്ട് ആ ഗോൾ അടിപ്പിക്കാൻ പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അമിത്ഷായുടെ ഒരു റെക്കോർഡ്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം മേയർ സ്ഥാനം നിങ്ങൾ പിടിക്കണം എന്നുള്ളത്. അപ്പോൾ അത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പടി എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രി ആയിരിക്കണം. ആ ടാർഗറ്റിലേക്ക് നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ കഴിയൂ. കാരണം എപ്പോഴും വലിയ ഒരു ക്യാൻവാസിൽ പോയാൽ മാത്രമേ നമുക്ക് വലിയ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് BJPയുടെ എപ്പോഴത്തെ നയം. അവരെവിടെ പോയാലും അവിടെ പിടിച്ചടക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോവാറ്. ആ പിടിച്ചടക്കാൻ പിന്നീട് ചെന്ന് കഴിഞ്ഞ് അതിനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ ഒരു ശൈലിയാണ്. ഇപ്പോൾ കേരളത്തിൽ മണ്ണ് അനുകൂലമായി എന്നുള്ളതാണ് അമിത്ഷാ മനസ്സിലാക്കിയത്. അദ്ദേഹം അത് എക്സിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. കേരളം നരേന്ദ്രമോദിയെ അംഗീകരിച്ചു കഴിഞ്ഞു, BJPയെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ന് വരെ അദ്ദേഹം അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അവരുടെ പ്രവർത്തകരുടെ, കാര്യകർത്താക്കളുടെ ഒരു മീറ്റിങ്ങിൽ പറയുകയുണ്ടായി, കേരളത്തിൽ താമര വിരിയുക അത്ര എളുപ്പമല്ല, അതെനിക്കറിയാം. പക്ഷേ നിങ്ങളിപ്പോൾ നിരവധി താമരകൾ വിരിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ 14 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ ഗ്രാമസഭകളിൽ ജയിച്ചതെങ്കിൽ ഇപ്പം നിങ്ങളത് ഇരട്ടി കൂടുതലാക്കിയിരിക്കുന്നു, 30 കൂടുതലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ 79 മണ്ഡലങ്ങളിൽ നിങ്ങൾ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 100 ചില്ലുവാനും സ്ഥലങ്ങളിൽ നിങ്ങളൊരു പ്രബല ശക്തിയായി വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. ആ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഈ തവണ വിഴിഞ്ഞത്ത് നടന്ന പോരാട്ടം. കാരണം അവിടെ പിന്നോക്കക്കാരുടെ അതിൽ മൈനോറിറ്റി മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വലിയ പ്രാധാന്യമുള്ളതാണ്. മുസ്ലിമിനും ക്രിസ്ത്യനും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഹിന്ദു വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന ആ വാർഡിൽ 300 സീറ്റിൽ നിന്നിരുന്ന BJP കഴിഞ്ഞ തവണ 300ഓളം വോട്ടിന് നിന്നിരുന്ന ആ സ്ഥലത്ത് ഇത്തവണ 2400 വോട്ടിന് മേൽ പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നിസ്സാരമല്ല. ജയിച്ച സുധീർ ഖാന് കിട്ടിയത് 2900 അപ്പോൾ ഒരു 500 വോട്ടിൻ്റെ ഡിഫറൻസേ അവിടെ വന്നുള്ളൂ. 13000 വോട്ടുള്ള സ്ഥലമാണ്. അതിൽ 10000 അടുപ്പിച്ച് പോൾ ചെയ്തു. അവിടെ 500 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഒന്നാമനും BJPയും തമ്മിലെന്ന് പറയുന്നത്. അവരുടെ ഏതാണ്ട് 8 ഇരട്ടിയോ അങ്ങാണ്ടാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു വോട്ട് പിടിക്കാനുള്ള കഴിവ് ഇപ്പം BJPക്ക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് എന്നുള്ളതാണ് നമ്മളത് കാണിക്കുന്നത്. കാരണം നല്ല സ്ഥാനാർത്ഥികൾ വന്നാൽ ഒരു മണ്ഡലത്തിൽ എങ്ങനെയായാലും 5 to 10% വോട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. തിരുവനന്തപുരത്ത് നമ്മളത് കണ്ടതാണ്. BJP ജയിക്കില്ല എന്ന് വിചാരിച്ച പലയിടത്തും അവർക്ക് വിജയം നേടിയത് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. നല്ല സ്ഥാനാർത്ഥി വന്നാൽ ഇപ്പോൾ ആളുകൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ ജനങ്ങൾക്ക് അപ്പീൽ ഉണ്ടാക്കുന്ന ഒരു പ്രസൻസും ഒരു പെരുമാറ്റവും പിന്നെ അതിനുള്ള ഒരു ക്വാളിഫിക്കേഷനും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ 101-ൽ 50 എന്ന് തന്നെ കിട്ടിയതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ 40 മണ്ഡലങ്ങളിൽ നിയമസഭയിൽ ഒരു ടൈറ്റ് ഫൈറ്റ്, ത്രികോണ മത്സരത്തിന് BJP മുതിരുകയാണ്. അതോടൊപ്പം ബാക്കി വരുന്ന 100 സ്ഥലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്തുക, മത്സരിപ്പിക്കുക. ഒരിക്കലും വോട്ട് മറിക്കുന്നതോ മറ്റൊന്നും ആയിരിക്കില്ല, ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോളിസി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫൈറ്റ് ശക്തമായി വരുമ്പോൾ ഇപ്പോൾ LDFും UDFും ഒരുപോലെ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും വിധി നിർണായകമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ BJPക്ക് കഴിയും, ആര് ജയിച്ചാലും. അതുപോലെ തന്നെ ഈ 40 മണ്ഡലങ്ങളിൽ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം
അത് ഒക്കെ നിർണായകമാകും. അപ്പം അത്തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലും മുഖ്യമന്ത്രി ആര് തീരുമാനിക്കണം എന്ന സ്റ്റേജിലേക്ക് വരണം. അതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യം. അതാണ് അതിൽ നിന്ന് മെയിനായിട്ട് BJP അങ്ങനെ ശക്തമായി വളരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ BJP തീർച്ചപ്പെടുത്തും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ. അതെ, അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ BJP വളർന്നു വരുമ്പോൾ മറ്റ് രണ്ട് മുന്നണികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇടിവുണ്ടാകണം. തീർച്ചയായും അത് ആരിലേക്ക് പോകും എന്നുള്ളതാണ് ഒരു പ്രധാന. അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത്. BJP വളരും തോറും UDF-നാണ് ചോർച്ച കൂടുതൽ വരിക എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് LDF-നും സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ LDF-ന് ഇനിയും ക്ഷീണം വരാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും കണക്കൂട്ടുന്നത്. പാർട്ടി വിടുന്നു. അതുപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ LDF-നാണ് ഇപ്പോഴും മേൽക്കൈ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കടുംപിടുത്ത ലൈനിൽ നിൽക്കാനായിട്ട് അവിടെ പ്രവർത്തകർക്ക് കഴിയാതെ വരുന്നു, പ്രത്യേകിച്ച് നേതാക്കൾക്ക് കഴിയാതെ വരുന്നു. അവിടെ ഒരു വിമിഷ്ടം അനുഭവപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഐഷാപുറ്റിയുടെ വാചകത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റ് നിരീക്ഷകർ അതുപോലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചിലർ പാർട്ടി വിട്ടുപോകാൻ പഠിച്ചിട്ട് ഞാൻ ഇനി മതിയാക്കി, ഇനി രാഷ്ട്രീയത്തിനില്ല എന്ന് പറഞ്ഞ് തന്നെ ഒതുങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം. സുരേഷ് കുറുപ്പിനെ പോലുള്ളവർ പ്രായാധിക്യം കൊണ്ടല്ല അദ്ദേഹം മാറിയതെന്ന് നമുക്കറിയാം. സുധാകരൻ ഇപ്പം വീണ്ടും പാർട്ടി സീറ്റ് കൊടുക്കുകയാണെങ്കിൽ മത്സരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും അദ്ദേഹം ഏതാണ്ട് ചൊല്ലി പറഞ്ഞതാണ്. അപ്പോൾ അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ മുന്നോട്ട് വന്നേക്കാം. തീർച്ചയായിട്ടും സുരേഷ് കുറുപ്പും അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മുന്നോട്ട് വന്നേക്കാം. കാരണം അവർക്കൊക്കെ CPM-ഉമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിന് പറ്റിയ രീതിയിലല്ല നേതൃത്വത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളതാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അതുകൊണ്ട് നല്ല സ്വരമുള്ളപ്പോൾ പാട്ട് നിർത്താമെന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തരത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ BJP-യിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അവർക്ക് മികച്ച നേതാക്കളെ വേണം, പ്രവർത്തകരെ വേണം. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ BJP തയ്യാറായേക്കും. അങ്ങനെ ഇപ്പോൾ 2026 അല്ലെങ്കിലും അടുത്ത 2031 അല്ലെങ്കിൽ അതിന് മുമ്പ് വൺ ഇന്ത്യ വൺ ഇലക്ഷനൊക്കെ വരികയാണെങ്കിൽ അന്ന് ഒരു BJP-യുടെ ഒരു ശക്തി തെളിയിക്കുന്ന ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിനായിട്ടുള്ള കളം അറിഞ്ഞോ അറിയാതെയോ LDF ഒക്കെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം അയ്യപ്പ സംഗമത്തിന് ശേഷം നടന്ന സംഗതികൾ, അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ള, അവിടെ നടന്ന സ്വർണ്ണക്കൊള്ള, ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് ഹിന്ദുക്കൾ വളരെ അസംതൃപ്തരാണ്, അവരിൽ ഒരു വലിയ വിഭാഗം ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ UDF-ൻ്റേത് എത്ര പറഞ്ഞാലും ആ പ്രീണന നയത്തിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയുന്നില്ല. ലീഗിൻ്റെ അപ്രമാദിത്വം അവിടെ ഇപ്പോഴും തുടരുന്നു. ഇപ്പം തന്നെ നമുക്കറിയാം, ഏത് പ്രശ്നം വന്നാലും ലീഗിൻ്റെ അടുത്ത് പോയിട്ടാണ് എല്ലാവരും സോൾവ് ചെയ്യുന്നത്. സുരക്ഷിത മണ്ഡലം വേണമെന്ന് UDF-ലെ എല്ലാവർക്കും സുരക്ഷിത മണ്ഡലം കൊടുക്കുന്നത്. അതെ, ലീഗിന്റെ അടുത്താണ് പോകുന്നത്. CP ജോൺ ആയാലും മറ്റേത് നേതാവായാലും ഉടനെ ഇപ്പുറത്തേക്ക് വന്ന സുരക്ഷിത മണ്ഡലം കൊടുക്കാന്ന് പറയുന്നു. അതെ, തിരുവമ്പാടി കൊടുക്കാന്ന് പറയുന്നു. അതേപോലെ ജോസ് കെ മാണിയെ തോൽപ്പിച്ച മാണി സി കാപ്പനും ഇപ്പോൾ ഓടിയിരിക്കുന്നു. എനിക്ക് പാലാ തന്നെ വേണം, പാലാ UDF-ൽ നിന്ന് താങ്കൾ പിടിച്ചു തരണം എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയെയും പാണക്കാട് തങ്ങളെയൊക്കെ കാണാൻ പോയിരിക്കുകയാണ്. ഇനി അഥവാ അത് തന്നില്ലെങ്കിൽ എനിക്ക് സുരക്ഷിത മണ്ഡലം വേണമെന്ന് പറഞ്ഞു. അപ്പം ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പേ, സീറ്റുകൾ നേടുന്നതിന് മുമ്പേ, മന്ത്രിസഭ ഉണ്ടാകുന്നതിന് മുമ്പേ ലീഗിന് വലിയ പ്രാധാന്യം അവിടെ കൈവന്നു കഴിഞ്ഞു. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഹിന്ദുക്കൾക്ക് ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മൾ സൈഡ് ലൈൻ ചെയ്യും. കാരണം ക്രിസ്ത്യാനി അവരുടെ കേരള കോൺഗ്രസ് ഏതെങ്കിലും വഴിയോ അല്ലെങ്കിൽ അവരുടെ തന്നെ KPCC-യിലെ നേതാക്കൾ വഴിയോ അവരവരുടെ കാര്യം നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഹിന്ദുവിന് ചോദിക്കാനും പറയാനും ആളില്ലാതാകുമെന്നൊരു ഭയം ഇപ്പോൾ തന്നെ വളരെയധികമുണ്ട്. തിരുനാവായ മാമാങ്കത്തിൻ്റെ കാര്യം തന്നെ പറയുന്നു. ഇപ്പം ഭാരതപ്പുഴയുടെ അവിടെ മാമാങ്കം നടക്കുന്നതിന് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് മെമ്മോ വന്നു? ഇത് മറ്റൊരു ഒരു ഹിന്ദുവിൻ്റെ, മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ഒരു പരമ്പരാഗത ഉത്സവമാണെങ്കിൽ അത്തരത്തിലൊരു സ്റ്റോപ്പ് മെമ്മോ വരുമോ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നത്. അത് സ്റ്റോപ്പ് മെമ്മോയുമായിട്ട് കൂടുതൽ പോയാൽ ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്കും രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്കുമായിരിക്കും അത്തരം കാര്യങ്ങൾ പോവുക. അപ്പോൾ ഈ ആചാര ലംഘനത്തിൽ തുടങ്ങി സ്ത്രീ പ്രവേശനം ശബരിമലയിൽ നടന്നത് മുതൽ
ഹിന്ദുക്കൾ ഇവിടെ വളരെ വറീഡാണ്. അവർ എന്തും ചെയ്യാമെന്നുള്ളതായിരിക്കുന്നു. അതിന് ആചാരലംഘനം വന്ന് മനംനൊന്ത് വന്നവരെ 35,000 പേരെ പിന്നെ അറസ്റ്റ് ചെയ്യുകയും പിന്നെ കള്ളക്കേസിൽ കൊടുക്കുകയൊക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ തുടങ്ങിയ ഒരു അമർഷമാണ്. ആ അമർഷം ഇന്നും ഹിന്ദുവിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അത് പിന്തുടർന്ന് വരുന്നത് BJP എങ്ങനെ അനുകൂലമാക്കണമെന്നുള്ളത് കൂടിയാണ് അമിത്ഷാ പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾക്ക് അഭയം ഞങ്ങളുണ്ട് എന്ന് പറയാൻ തക്ക വിധത്തിൽ BJP ഇവിടെ ശക്തമാകണം. നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണോ BJP അവിടുത്തെ ഹിന്ദുക്കൾക്ക് ആശ്വാസമേകുന്ന വിധത്തിൽ ശക്തരായി വന്നത്, അതുപോലെ സൗത്ത് ഇന്ത്യയിൽ നിങ്ങളും വരണം എന്നുകൂടിയാണ് മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന് പറഞ്ഞതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ചുമ്മാ ഉണ്ടാവില്ല. മുഖ്യമന്ത്രി ഉണ്ടാകണമെങ്കിൽ മുഖ്യമന്ത്രിയെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാക്കൾ ആദ്യം ഉണ്ടാകണം. അല്ലാതെ മുഖ്യമന്ത്രി ഉണ്ടാവില്ലല്ലോ. മുഖ്യമന്ത്രി ഉണ്ടാവണമെങ്കിൽ തങ്ങൾ ആരെയാണോ ഫോക്കസ് ചെയ്യുന്നത്, തങ്ങളുടെ കൂടെ ആരാണോ നിൽക്കുന്നത്, അവർക്ക് ശക്തി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള നേതൃത്വം ഉണ്ടാവണം. അപ്പോൾ അതാണ് അദ്ദേഹം പ്രധാനമായി ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു നേതാവ് ഉണ്ടായാൽ നിങ്ങൾ മുഖ്യമന്ത്രി ആകും. നിങ്ങളെ ആരും ആക്കണ്ട, നിങ്ങളാവാൻ വേണ്ടി മെനക്കിടുകയും വേണ്ട. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ജനവിഭാഗത്തിൻ്റെ ആശയവും അഭിലാഷവും ശക്തിയും ചൈതന്യവുമായി നിൽക്കുക എന്നുള്ളതാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു കോച്ചിൻ്റെ ശൈലിയാണ്. നല്ല ഒരു ഫുട്ബോൾ കോച്ചോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കോച്ചോ ഒക്കെ പോലെ ആ ടീമിനെ പുഷ് ചെയ്യുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ കളിക്കളത്തിറങ്ങി കളിക്കണം. നിങ്ങളുടെ സപ്പോർട്ടേഴ്സായ കാണികളെ കൂവാനുള്ള അവസരമല്ല കൊടുക്കേണ്ടത്. അവർക്ക് ഞങ്ങൾക്കൊരു ടീം, ശക്തമായ ടീമുണ്ട്, ഇവർ വിചാരിച്ചാൽ കളിക്കും, കളിച്ചാൽ ജയിക്കും എന്ന് തോന്നുന്ന ഒരു രാഷ്ട്രീയ ഗോതയിലേക്ക് BJP കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് അമിത്ഷായുടെ പ്രഥമ ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.